പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കുന്നത് ക്ലാസ് 6ൻ്റെ ചാപ്റ്റർ 2-ലെ മെഷറിംഗ് ആംഗിൾസ് എന്നുള്ള പോർഷനാണ്. അപ്പോൾ ഇതിന് മുമ്പുള്ള പോർഷൻസൊക്കെ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ ചാപ്റ്ററിൻ്റെ വീഡിയോസ് കാണുമ്പോൾ ഫസ്റ്റ് പോർഷൻ തൊട്ട് കാണാനായിട്ട് ശ്രമിക്കുക. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ഈ ചാപ്റ്റർ നന്നായിട്ട് മനസ്സിലാകത്തുള്ളൂ കേട്ടോ. ഇടയ്ക്ക് വെച്ച് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബേസിക് ആയിട്ടുള്ളതെല്ലാം ഒന്ന് മനസ്സിലാകാതെ വരും കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുത്. നിങ്ങളുടെ ഫ്രണ്ട്സിന് എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കണം. അതുപോലെ നിങ്ങളെല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യണം കേട്ടോ. അപ്പോൾ മെഷറിംഗ് ആംഗിൾസ്, ആംഗിൾ മെഷർ ചെയ്യുന്നത് എങ്ങനെയാണ് എന്നുള്ളതാണ് ഈ പോർഷനിൽ നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ ഇതിനു മുമ്പ് നമ്മൾ 2 ആംഗിൾസ് മെഷർ ചെയ്യുന്നത് എങ്ങനെയാണ് എന്നൊക്കെ നമ്മൾ നോക്കിയല്ലേ. വലിയ ആംഗിളും ചെറിയ ആംഗിളും ഒക്കെ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് എന്നുള്ളതൊക്കെ നമ്മൾ ഇതിനു മുമ്പുള്ള വീഡിയോസിൽ നമ്മൾ കണ്ടു. സൂപ്പർ ഇമ്പോസിഷൻ വഴിയൊക്കെ ചെയ്യുന്നത് നമ്മൾ കണ്ടതാണല്ലേ. അപ്പോൾ ഇവിടെ നോക്കിയാൽ ടു അസൈൻ പ്രിസൈസ് മെഷർ ടു ആംഗിൾസ് മാത്തമാറ്റീഷ്യൻസ് കെയിം അപ്പ് വിത്ത് ആൻ ഐഡിയ. ദേ ഡിവൈഡഡ് ദി ആംഗിൾസ് ഇൻ ദ സെൻറ്റർ ഓഫ് ദിസ് സർക്കിൾ ഇൻറ്റു 360 ഈക്വൽ ആംഗിൾസ് ഓർ പാർട്സ്. അപ്പോൾ ഒരു ആംഗിള് കറക്റ്റായിട്ടത് മെഷർ ചെയ്യണമെങ്കിൽ മാത്തമാറ്റീഷ്യൻ എന്ത് ചെയ്തു, ഒരു ഐഡിയയുമായിട്ട് വന്നു. അതായത് they divide the angle in the center of a circle into 360 equal angles or parts. അതായത് ഇതൊരു സർക്കിളാണ്. അപ്പോൾ ഈ സർക്കിളിൻ്റെ സെൻറ്ററിൽ നിന്ന് ഈ സർക്കിളിനെ 360 ഈക്വൽ ആംഗിൾസ് അല്ലെങ്കിൽ ഈക്വൽ പാർട്സ് ആയിട്ട് ഇതിനെ ഡിവൈഡ് ചെയ്യുന്നു. അപ്പോൾ അതാ ഇവിടെ ഇതാണ് ടോട്ടൽ ആംഗിൾ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഫുൾ ടേൺ. അപ്പോൾ ഈ ഒരു സർക്കിളിനെ 360 ഈക്വൽ പാർട്സ് ആയിട്ട് എന്ത് ചെയ്യുന്നു, അല്ലെങ്കിൽ ഈക്വൽ ആംഗിൾസ് ആയിട്ട് ഇങ്ങനെ ഡിവൈഡ് ചെയ്യുന്നു. ദി ആംഗിൾ മെഷർ ഓഫ് ഈച്ച് ഓഫ് ദീസ് യൂണിറ്റ് പാർട്ട് ഈസ് 1 ഡിഗ്രി. അപ്പോൾ ഇങ്ങനെ ഓരോ 360 ഈക്വൽ പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നു എന്ന് പറഞ്ഞു. അതിൽ ഓരോ പാർട്ടിൻ്റെയും മെഷർമെൻ്റ് എന്ന് പറയുന്നത് 1 ഡിഗ്രിയാണ്. 1 ഡിഗ്രി. ഇതിനെ നമുക്ക് 1 എഴുതിയിട്ട് മുകളിലൊരു 0 ഇട്ട് ഇങ്ങനെ എഴുതാം ഡിഗ്രിയെ നമുക്ക് കേട്ടോ. ഇത് നമ്മൾ റീഡ് ചെയ്യുന്നത് 1 ഡിഗ്രി എന്നാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ 360 ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുള്ള ഒരു ഫിഗർ നമുക്കിവിടെ തന്നിട്ടുണ്ട്. അപ്പോൾ 1 ഡിഗ്രി 2 ഡിഗ്രി 3 ഡിഗ്രി അങ്ങനെ എഴുതാൻ ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് 0, 10, 20 ഇങ്ങനെയാണ് ഇവിടെ തന്നിട്ടുള്ളത്. അങ്ങനെ തിരിച്ച് 0 ഡിഗ്രിയുടെ അവിടെ തന്നെ എന്ത് വരും, 360 വരും. അതായത് എവിടെ സ്റ്റാർട്ട് ചെയ്യുന്നോ അവിടെ തന്നെ എൻഡ് ചെയ്യുന്നതാണ് ഫുൾ ടേൺ അല്ലെങ്കിൽ 360 ഡിഗ്രി എന്ന് പറയുന്നത്. ഓക്കെ. അപ്പോൾ 0യുടെ അവിടെ തന്നെ എന്തും വരും, 360 ഡിഗ്രിയും വരും. അപ്പോൾ ഈ 360 പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ അതിനകത്തെ ഓരോ പാർട്ടും എന്തായിരിക്കും എന്ന് പറഞ്ഞു, 1 ഡിഗ്രി വീതമായിരിക്കും എന്ന് പറഞ്ഞു. ദിസ് യൂണിറ്റ് പാർട്ട് ഈസ് യൂസ് ടു അസൈൻ മെഷർ ടു എനി ആംഗിൾ. ഈ യൂണിറ്റ് പാർട്ടിനെയാണ് നമ്മൾ ഏത് ആംഗിളിൻ്റെ മെഷർ അസൈൻ ചെയ്യുന്നതിന് നമ്മൾ യൂസ് ചെയ്യുന്നത്. ദ മെഷർ ഓഫ് ആൻ ആംഗിൾ ഈസ് ദ നമ്പർ ഓഫ് 1 ഡിഗ്രി യൂണിറ്റ് പാർട്സ് ഇറ്റ് കണ്ടെയ്ൻസ് ഇൻസൈഡ് 8. ഫോർ എക്സാമ്പിൾ സീ ദിസ് ഫിഗർ. അതായത് ഈ ഓരോ 1 ഡിഗ്രി എന്ന് പറയുന്ന ഈ ഓരോ യൂണിറ്റ് പാർട്ടും ഈ ആംഗിളിൻ്റെ എവിടെയായിരിക്കും, ഇൻസൈഡിലായിരിക്കും കണ്ടെയ്ൻ ചെയ്യുന്നത്. അപ്പോൾ അതാ ഇവിടെ ഒരു ആംഗിളിനകത്ത് എത്ര 1 ഡിഗ്രിയുടെ പാർട്സ് ഉണ്ട് എന്ന് നോക്കിയേ. 1 ഇങ്ങനെ നമുക്കിത് കൗണ്ട് ചെയ്യാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. ടോട്ടൽ 30 യൂണിറ്റ് പാർട്സ് ഉണ്ട്. അതായത് 1 ഡിഗ്രിയുടെ 30 യൂണിറ്റ്സ് പാർട്സ് ഇതിനകത്ത് ഉണ്ട്. അപ്പോൾ ഈ ആംഗിൾ എന്ന് പറയുന്നത് അപ്പോൾ എത്ര ഡിഗ്രി ആയിരിക്കും, 30 ഡിഗ്രി ആയിരിക്കും. ഇറ്റ് കണ്ടെയ്ൻ 30 യൂണിറ്റ്സ് ഓഫ് 1 ഡിഗ്രി ആംഗിൾ ആൻഡ് സോ വി സേ ദാറ്റ് ഇറ്റ്സ് ആംഗിൾ മെഷർ ഈസ് 30 ഡിഗ്രി. 1 ഡിഗ്രി വീതമുള്ള 30 പാർട്സ് ഇവിടെയുണ്ട്. അതുകൊണ്ട് ഈ ആംഗിളിൻ്റെ മെഷർ എത്രയാണ് എന്ന് നമുക്ക് പറയാം, 30 ഡിഗ്രിയാണ് എന്ന് പറയാം. ഓക്കെ. മെഷർ ഓഫ് ഡിഫറെൻറ്റ് ആംഗിൾസ്. വാട്ട് ഈസ് ദ മെഷർ ഓഫ് എ ഫുൾ ടേൺ ഇൻ ഡിഗ്രി? ഫുൾ ടേണിൻ്റെ ഡിഗ്രി എത്ര ആയിരിക്കും? ഫുൾ ടേൺ എന്ന് പറയുന്നത് ഞാൻ ഇപ്പോൾ മുകളിൽ പറഞ്ഞു എത്രയാണ്, 360 ഡിഗ്രി ആയിരിക്കും. വാട്ട് ഈസ് ദ മെഷർ ഓഫ് എ സ്ട്രെയിറ്റ് ആംഗിൾ ഇൻ ഡിഗ്രി? അപ്പം ഫുൾ ടേൺ എന്ന് പറയുന്നതിൻ്റെ ആംഗിൾ മെഷർ എത്രയാണ് എന്ന് പറഞ്ഞു, ഡിഗ്രിയിൽ 360 ആണ് എന്ന് പറഞ്ഞു. അപ്പം നമ്മളോട് ഇവിടെ ചോദിച്ചിട്ടുള്ളത് സ്ട്രെയിറ്റ് ആംഗിൾ ഡിഗ്രി മെഷറിൽ എങ്ങനെയായിരിക്കും.
അപ്പം ഫുൾ ടേൺ എന്ന് പറയുന്നത് 360 ആണ്. ഫുൾ ടേണിൻ്റെ ഹാഫ് ആണ് എന്ത്? സ്ട്രെയിറ്റ് ആംഗിൾ. അപ്പോൾ സ്ട്രെയിറ്റ് ആംഗിൾ എന്തായിരിക്കും? ഫുൾ എന്ന് പറയുന്നത് 360 ഡിഗ്രിയാണ്, അതിൻ്റെ ഹാഫാണ് സ്ട്രെയിറ്റ് ആംഗിൾ. അപ്പം 360യുടെ ഹാഫ് എത്രയായിരിക്കും? 180 ഡിഗ്രി ആയിരിക്കും. അപ്പോൾ ഹാഫ് ടേൺ ഈസ് 180 ഡിഗ്രി. വാട്ട് ഈസ് ദ മെഷർ ഓഫ് എ റൈറ്റ് ആംഗിൾ ഇൻ ഡിഗ്രീസ്? റൈറ്റ് ആംഗിൾ ഡിഗ്രീസിൽ എത്രയായിരിക്കും? അപ്പോൾ സ്ട്രെയിറ്റ് ആംഗിളിൻ്റെ ഹാഫാണ് റൈറ്റ് ആംഗിൾ. അപ്പോൾ എന്ത് വരും? 180യുടെ ഹാഫ്, ദാറ്റ് ഈസ് 90 ഡിഗ്രി. അപ്പോൾ റൈറ്റ് ആംഗിൾ മെഷേഴ്സ്, റൈറ്റ് ആംഗിളിൻ്റെ ഡിഗ്രിയിൽ എത്രയായിരിക്കും? 90 ഡിഗ്രി ആയിരിക്കും. അപ്പോൾ ഫുൾ ടേൺ 360 ഡിഗ്രി ആയിരിക്കും, സ്ട്രെയിറ്റ് ആംഗിൾ 180 ഡിഗ്രി ആയിരിക്കും, റൈറ്റ് ആംഗിൾ 90 ഡിഗ്രി ആയിരിക്കും. നമുക്കിവിടെ ഫിഗർ തന്നിട്ടുണ്ട്. AOB ഈസ് എ സ്ട്രെയിറ്റ് ആംഗിൾ. അപ്പോൾ ഫുള്ളെന്ന് പറയുന്നത് 360 ഡിഗ്രി യൂണിറ്റ് ആണ്. അപ്പോൾ അതിൻ്റെ ഹാഫ് എന്ന് പറയുന്നത് 180 ആണ്. ഇനി റൈറ്റ് ആംഗിൾ AOB എന്ന് പറയുന്നത് ഈ 180യുടെ ഹാഫാണ്, ദാറ്റ് ഈസ് 90 ഡിഗ്രി. ദ സർക്കിൾ ഹാസ് ബീൻ ഡിവൈഡഡ് ഇൻറ്റു 1 2 3 4 5 6 8 9 10 and 12 parts below. What are the degree measures of the resulting angles? Write the degree measure down near the indicated angles. അപ്പോൾ ഇവിടെ സർക്കിളിനെ 1, ആദ്യത്തേനെ 1 പാർട്ട്, അടുത്തത് 2, അടുത്ത 3, അടുത്ത 4 5 6 8 9 10 12 ഇങ്ങനെ ഇത്രയും പാർട്സായിട്ട് ഓരോ സർക്കിളിനെയും ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഡിഗ്രി മെഷറിൽ ആംഗിൾസിൻ്റെ ഡിഗ്രി മെഷർ എഴുതാനാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഫസ്റ്റ് ഒരു 1 പാർട്ടാണ്. അപ്പോൾ അതെത്രയാണ്? 360 ഡിഗ്രിയാണ്. അടുത്തതിനെ 2 ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ 360/2 എത്രയാണ്? 180 ഡിഗ്രി. അടുത്തതിനെ 3 ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്ത് വരും? 360/3, ദാറ്റ് ഈസ് 120 ഡിഗ്രി. ഓരോ ആംഗിളും എത്ര വെച്ച് വരും? 120 ഡിഗ്രി വെച്ച് വരും. അടുത്തത് സർക്കിളിനെ 4 ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരു സർക്കിൾ എന്ന് പറയുന്നത് 360 ഡിഗ്രിയാണ് ബൈ 4, എന്ത് വരും? 90 ഡിഗ്രി അല്ലേ? അപ്പോൾ ഈ ഒരു ആംഗിൾ 90 ഡിഗ്രി വരും. അടുത്തത് എത്രയായിട്ടാണ്? 1 2 3 4 5. അപ്പോൾ 360/5, 360/5 ഈസ് എന്ത് വരും? 72 ഡിഗ്രി. അടുത്ത ഇത് 72 ഡിഗ്രി വരും. അടുത്തത് 1 2 3 4 5 6 ആയിട്ടാണ്. അപ്പോൾ 360/6, ദാറ്റ് ഈസ് 60 ഡിഗ്രി. അപ്പോൾ ഇത് 60 ഡിഗ്രി. അടുത്തത് 8 ആയിട്ടാണ് ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ 360/8 എന്ത് വരും? 45 ഡിഗ്രി. ഇത് 45 ഡിഗ്രി. അടുത്തത് 9 ആയിട്ടാണ് ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ 360/9 എന്ത് വരും? 40 ഡിഗ്രി. 360/9 ഈസ് 40. അടുത്തത് 10 ആയിട്ടാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ 360/10, ദാറ്റ് ഈസ് 36 ഡിഗ്രി. അടുത്തത് 360/12 എന്ത് വരും? 30 ഡിഗ്രി. അടുത്തത് ഓരോ ആംഗിളും 30 ഡിഗ്രി വെച്ച് വരും. മനസ്സിലായല്ലോ? അടുത്തത് ഡിഗ്രി മെഷേഴ്സ് ഓഫ് ഡിഫറെൻറ്റ് ആംഗിൾസ്. ഹൗ ക്യാൻ വി മെഷർ അതർ ആംഗിൾസ് ഇൻ ഡിഗ്രീസ്? ഇറ്റ് ഈസ് ഫോർ ദിസ് പർപ്പസ് ദാറ്റ് വി ഹാവ് എ ടൂൾ കോൾഡ് എ പ്രൊട്രാക്ടർ. That is either a circle divided into 360 equal parts as shown in figure 2.12 on page number 32, or a half circle divided into 180 equal parts. അപ്പോൾ ഇവിടെ നമുക്ക് ഡിഗ്രി മെഷർ ചെയ്യാൻ വേണ്ടി നമ്മളൊരു ടൂൾ യൂസ് ചെയ്യും. അതിന് പറയുന്ന പേരാണ് പ്രൊട്രാക്ടർ. ഇതിൻ്റെ പേരാണ് പ്രൊട്രാക്ടർ. അതെന്താണെന്ന് ഞാൻ പിന്നെ പറയാം. അപ്പോൾ നമ്മൾ മുകളിലത്തെ ഫിഗറിൽ കണ്ടിരുന്നു, ഓരോ സർക്കിളിനെയും 360 ഈക്വൽ പാർട്ടായിട്ട് ഇതാ ഇവിടെ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഹാഫ് സർക്കിൾ എന്ന് പറയുന്നത് എന്താണ്? 180 ഈക്വൽ പാർട്സാണ് എന്ന് നമ്മൾ മുകളിൽ കണ്ടു അല്ലേ? അപ്പോൾ അത് പ്രൊട്രാക്ടറിൽ വരുന്നതാണ് ഇനി നമ്മൾ കാണുന്നത്. അൺലേബിൾഡ് പ്രൊട്രാക്ടർ നമുക്കിവിടെ തന്നിട്ടുണ്ട്. അതായത് മെഷേഴ്സ് എഴുതാത്ത ഒരു പ്രൊട്രാക്ടർ നമുക്കിവിടെ തന്നിട്ടുണ്ട്.
ഡു യു സീ ദ സ്ട്രെയിറ്റ് ആംഗിൾ അറ്റ് ദ സെൻറ്റർ ഡിവൈഡഡ് ഇൻറ്റു 180 യൂണിറ്റ് ഓഫ് എ 1 ഡിഗ്രി. അപ്പോൾ മുകളിൽ ഞാൻ പറഞ്ഞു സ്ട്രെയിറ്റ് ആംഗിൾ എന്ന് പറയുന്നത് 1 ഡിഗ്രിയുടെ 180 യൂണിറ്റ്സ് ആണ് എന്ന് ഞാൻ നേരത്തെ പറഞ്ഞു അല്ലേ. അപ്പോൾ ഇവിടെ നമുക്കൊരു സ്ട്രെയിറ്റ് ആംഗിൾ നമുക്ക് കാണാൻ പറ്റും. ഇത് ഒരു സ്ട്രെയിറ്റ് ആംഗിൾ ആണിത്. ഓക്കെ, ഇവിടെയാണ് ഇതിൻ്റെ വെർട്ടെക്സ് വരുന്നത്. അപ്പോൾ ഈ സ്ട്രെയിറ്റ് ആംഗിൾ എന്ന് പറയുന്നത് 180 ഡിഗ്രിയാണ്. ഓൺലി പാർട്ട് ഓഫ് ദി ലൈൻസ് ഡിവൈഡിങ് ദി സ്ട്രെയിറ്റ് ആംഗിൾ ആർ വിസിബിൾ though starting from the marking on the rightmost point of the base there is a long mark for every 10 degree. From every such long mark there is a medium size mark after 5 degree. അപ്പോൾ ഓരോ 10 ഡിഗ്രിയും അതായത് 1 ഡിഗ്രി വീതമുള്ള 10 യൂണിറ്റ്സ് കഴിയുമ്പോൾ എന്തുണ്ട്, ഒരു ലോങ് മാർക്ക് ഇവിടെ ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ റൈറ്റിൽ നിന്ന് നോക്കിയാൽ, അതായത് ഇവിടെ നിന്ന് നോക്കിയാൽ 1 ഡിഗ്രി വീതമുള്ള 10 എണ്ണം കഴിയുമ്പോൾ ഇതാണ് ഇവിടെ ഒരു ലോങ് മാർക്ക് നമുക്ക് തന്നിട്ടുണ്ട്. ഇത് ഓരോന്നും എത്രയാണ്, 10 ഡിഗ്രി വീതമാണ്. അതായത് ഇതിൻ്റെ ഇടയ്ക്ക് 1 ഡിഗ്രിയുടെ 10 യൂണിറ്റ്സ് ഉണ്ട്. അതുകൊണ്ടാണ് ഇവിടെ 10 ഡിഗ്രി വന്നത്. ഇനി ഈ ലോങ് മാർക്കിൻ്റെ ഇടയ്ക്കൊരു മീഡിയം സൈസ് മാർക്കുണ്ട്. അതായത് ഇതെന്ന് പറയുന്നത് എന്താണ്, 5 ഡിഗ്രിയാണ്. അതായത് ഇത് 0 എന്ന് എടുക്കാം. ഇവിടെ തൊട്ട് 1 ഡിഗ്രിയുടെ 5 യൂണിറ്റുകളുണ്ട്. അതുകൊണ്ട് ഇത് 5 ഡിഗ്രി. ഈ ഓരോ ലോങ് മാർക്കും 10 ഡിഗ്രി. അങ്ങനെയാണെങ്കിൽ ഇത് അടുത്ത് എന്ത് വരും, 20 ഡിഗ്രി, 30 ഡിഗ്രി അങ്ങനെ വരും. ഇതിൻ്റെ ഇടയ്ക്കുള്ളത് 5 വെച്ചാണ്. അപ്പോൾ 10 കഴിഞ്ഞത് 15, ഇത് 25, ഇത് 30, 35, 40 ഇങ്ങനെ വരും. അങ്ങനെ ഇവിടെ വരുമ്പോഴത്തേക്ക് 180 ഡിഗ്രി ആവും. ഇതൊക്കെ ഇവിടെ നമുക്കൊരു ഫിഗർ ഇറ്റ് ഔട്ട് തന്നിട്ടുണ്ട്. റൈറ്റ് ദ മെഷർ ഓഫ് ദി ഫോളോയിങ് ആംഗിൾസ് KAL. ഈ ആംഗിൾ KALൻ്റെ മെഷർ എഴുതാനാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്കിതിനെ എങ്ങനെ മെഷർ ചെയ്യാം? അപ്പോൾ ഇവിടെ നമ്മൾ ഈ എല്ലിൻ്റെ ഇവിടം വരുന്നത് നമുക്കങ്ങ് 0 ആയിട്ടെടുക്കാം. അത് കഴിഞ്ഞ് ഈ ഉള്ള ലോങ് മാർക്ക് എത്രയാണ്, 10 ഡിഗ്രി. അടുത്ത ലോങ് മാർക്ക് 20 ഡിഗ്രി. അടുത്ത ലോങ് മാർക്ക് 30 ഡിഗ്രി അല്ലേ. നോട്ടീസ് ദാറ്റ് ദ വെർട്ടെക്സ് ഓഫ് ദിസ് ആംഗിൾ കോയിൻസൈഡ് വിത്ത് ദി സെൻറ്റർ ഓഫ് ദി പ്രൊട്ടക്ടർ. അപ്പോൾ ഇവിടെ നോക്കിയേ, ഈ ആംഗിളിൻ്റെ വെർട്ടെക്സ് എന്ന് പറയുന്നത് പ്രൊട്രാക്ടറിൻ്റെ സെൻറ്ററുമായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, കോയിൻസൈഡ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ എടുത്താൽ മാത്രമേ നമ്മൾ എടുക്കുന്ന മെഷർമെൻറ്റ് കറക്റ്റ് ആകത്തുള്ളൂ. സോ ദ നമ്പർ ഓഫ് യൂണിറ്റ് ഓഫ് 1 ഡിഗ്രി ആംഗിൾ ബിറ്റ്വീൻ KA ആൻഡ് AL ഗീവ് ദ മെഷർ ഓഫ് ആംഗിൾ KAL. അപ്പോൾ ഈ KAയ്ക്കും ALനും ബിറ്റ്വീനുള്ള എന്താണ് 1 ഡിഗ്രി എന്ന് പറയുന്നത്, അത് കൗണ്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഈ KAL എന്ന് പറയുന്ന ഈ ആംഗിളിൻ്റെ മെഷർമെൻറ്റ് കിട്ടും. അതാണ് ഞാനിവിടെ ഓരോ ലോങ് മാർക്കും 10 ഡിഗ്രി വീതമാണ് എന്ന് പറഞ്ഞു. അപ്പോൾ 10, 20, 30 അങ്ങനെയാണെങ്കിൽ KAL എന്ന് പറയുന്നത് 30 ഡിഗ്രിയാണ്. മേക്കിംഗ് യൂസ് ഓഫ് ദി മീഡിയം സൈസ്ഡ് ആൻഡ് ലാർജ് സൈസ്ഡ് മാർക്ക്, ഈസ് ഇറ്റ് പോസിബിൾ ടു കൗണ്ട് ദ നമ്പർ ഓഫ് യൂണിറ്റ്സ് ഇൻ 5s or 10s? അപ്പോൾ ആംഗിൾ WAL ഇത് WAL ഈ ഒരു ആംഗിൾ എത്രയാണ് എന്ന് എഴുതണം. അപ്പോൾ ഈ WAL എന്ന് പറയുന്ന AWയും ALും ലോങ് മാർക്കിങ്ങിൽ കൂടെയാണ് ഇവിടെ കടന്നു പോകുന്നത് അല്ലേ. അപ്പോൾ നമുക്ക് ടെൻസിൽ എന്ത് ചെയ്യാം, കൗണ്ട് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇവിടെ തൊട്ട് ഇവിടെ വരെ 10, അടുത്ത് ഇവിടെ തൊട്ട് ഇവിടെ വരെ 20, അടുത്തത് 30, അടുത്തത് 40, അടുത്തത് 50. അപ്പോൾ ആംഗിൾ WAL എന്ന് പറയുന്നത് 50 ഡിഗ്രിയാണ്. അടുത്തത് TAK ഇത് വരും അല്ലേ, TAK. ഇത് കൗണ്ട് ചെയ്താൽ എത്രയായിരിക്കും? 10, 20, 30, 40, 50, 60, 70, 80, 90, 100, 110, 120. മൊത്തം 121 യൂണിറ്റുകളുണ്ട്. അപ്പോൾ ആംഗിൾ ഈസ് 120 എന്ന് നമുക്ക് എഴുതാം.
മനസ്സിലായല്ലോ. അപ്പോൾ ഞാൻ പറഞ്ഞത് നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുക. ഈ ലോങ് മാർക്കുകൾ 10 ഡിഗ്രി വീതമാണ്. അതിൻ്റെ ഇടയ്ക്കുള്ള മീഡിയം മാർക്കിങ്സ് എന്താണ് 5 ഡിഗ്രി വീതമാണ്. അപ്പോൾ നിങ്ങൾക്ക് തന്നിട്ടുള്ള ആംഗിൾ ലോങ് മാർക്കിങ്ങിലാണോ മീഡിയത്തിലാണോ നോക്കുക. മീഡിയത്തിലാണെങ്കിൽ നമ്മൾ 5 ഡിഗ്രി വെച്ച് കൗണ്ട് ചെയ്യണം കേട്ടോ. നമുക്കെല്ലാം 10-ലായിരുന്നു, അതുകൊണ്ട് നമുക്ക് 10s വെച്ച് നമുക്ക് കൗണ്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇനി അടുത്ത പോർഷനുമായി നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.